ഹായ് നമസ്കാരം. അങ്കമലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നേ ദിവസം നമ്മൾ ഓർക്കുന്നത് നമ്മുടെ മലയാള സിനിമയുടെ പ്രമുഖനായ ഒരു നടനെക്കുറിച്ചാണ്. മറ്റാരെക്കുറിച്ചുമല്ല, രാജൻ പി ദേവ് എന്ന നാടകത്തിലെ വലിയ നടനും വലിയ സംവിധായകനും ഒപ്പം തന്നെ സിനിമകളിൽ അദ്ദേഹം തകർത്താടിയ വേഷങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? അത്രയ്ക്കും അതിഭാവുകത്വം ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് പുഷ്പം പറിക്കുന്ന ലാഘവത്തോടെ ഓരോ കഥാപാത്രങ്ങളും തൻ്റെ കൈകളിൽ ഭദ്രമാണെന്ന് നമ്മളെ തെളിയിച്ച പ്രതിഭ. ആ പ്രതിഭയെക്കുറിച്ച് ഓർക്കേണ്ട ദിവസമാണെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ്. 2009 ജൂലൈ 29 അദ്ദേഹം നമ്മെ വിട്ടുപോയത്. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 16 വർഷങ്ങൾ പിന്നിടുകയാണ് അദ്ദേഹം നമ്മെ പിരിഞ്ഞു പോയിട്ട്. 16 വർഷങ്ങൾ എന്തായാലേ, അത്ര വലിയൊരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോൾ കാണുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു തോന്നലാണ്. പക്ഷേ അദ്ദേഹം നമ്മളെ പിരിഞ്ഞു പോയി എന്നുള്ള കാര്യം സത്യമാണ്. 55-ാം വയസ്സിലാണ് അദ്ദേഹം നമ്മെ പിരിഞ്ഞു പോയത്. 3 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 3 2 റിലീസാവുകയും 1 റിലീസാവാതിരിക്കുകയും ചെയ്തു. മണിയറക്കള്ളൻ എന്ന ചിത്രം റിലീസാകാതെ പോയി. എന്നാൽ അച്ചാമ്മക്കുട്ടിയുടെ അച്ചായനും അച്ഛൻ്റെ കൊച്ചുമോൾക്ക് എന്നുള്ള സിനിമയും അത് റിലീസായ പടങ്ങളാണ്. 98-ലും 2003-ലുമായിട്ടായിരുന്നു ആ ചിത്രങ്ങളുടെ റിലീസുകൾ നടന്നത്. പക്ഷേ മണിയറക്കള്ളൻ റിലീസായില്ല. അവസാന നാളുകളിൽ അദ്ദേഹത്തിന് കരൾ രോഗവും ഒപ്പം തന്നെ പ്രമേഹവും ഉണ്ടായിരുന്നു. പ്രമേഹം മൂലം അദ്ദേഹത്തിന് കണ്ണ് കാണാതെയായിരുന്നു ചോട്ടാ മുംബൈ സിനിമയിലൊക്കെ അദ്ദേഹം അഭിനയിച്ചത് എന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്ന് ബെന്നി പിനാരമ്പലത്തിൻ്റെയൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം അതിൻ്റെ ഗസ് ചെയ്തുകൊണ്ട് എങ്ങനെ അദ്ദേഹം ഡബ് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും വിസ്മയകരമായ ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം അതിൽ അവതരിപ്പിച്ചത്. ഏതായാലും വലിയൊരു പ്രചോദനമാണ് സിനിമ സ്വപ്നം കാണുന്നവർക്ക് രാജൻ പി ദേവ് എന്ന നടൻ. രാജൻ പി ദേവ് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഇന്ദ്രജാലമല്ല. ഇന്ദ്രജാലത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രം. അതിൽ കാർലോസ് എന്ന കഥാപാത്രം വലിയ ശ്രദ്ധ നേടിയെടുത്തു. എന്നാൽ അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രം എന്ന് പറയുന്നത് സഞ്ചാരി എന്ന ജയൻ സാറും പ്രൈം മിനിസ്റ്ററൊക്കെ ലാലേട്ടനൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ലാലേട്ടൻ ജയൻ സാറിൻ്റെ വില്ലനായിട്ട് വന്നൊരു സിനിമ. ആ സിനിമയിൽ ചെറിയൊരു റോളിലാണ് അദ്ദേഹം ആദ്യമായിട്ട് കടന്നു വന്നത്. പിന്നെ കാട്ടുകുതിര എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു നാടക ട്രൂപ്പിലുള്ള നാടകം, ആ നാടകം വലിയ രീതിയിൽ തന്നെ ശ്രദ്ധേയമാവുകയും അതിലെ കൊച്ചുവാവ എന്നുള്ള കഥാപാത്രം, ആ കഥാപാത്രത്തെ നമുക്ക് മറക്കാൻ പറ്റുകയില്ല. സിനിമയിൽ പക്ഷേ ആ സിനിമയിലെ കഥാപാത്രമായിട്ട് വന്നത് തിലകനായിരുന്നു. 2 തവണ നാടക നടനുള്ള സംസ്ഥാന അവാർഡ്, മികച്ച നാടക നടനുള്ള അവാർഡ് അദ്ദേഹം നേടിയെടുത്തു. 86-ലും 84-ലുമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും രാജൻ പി ദേവ് ഇല്ലാതെ മലയാള സിനിമ ഇത്ര നാൾ കടന്നുപോയത് അത്ഭുതകരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പഴയ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസിനൊപ്പം നിൽക്കുന്ന ഒരു നിഴലിനൊപ്പം നിൽക്കുന്ന പെർഫോമൻസ് പോലും ഇന്നത്തെ യാതൊരു നടന്മാർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പല സ്വഭാവ നടന്മാർ വന്നെങ്കിലും വില്ലൻ വേഷവും എല്ലാതരം വേഷങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന രാജൻ പി ദേവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നിർത്തുന്നു.